തിരുവനന്തപുരം കരമനയിൽ യുവാവിനെ നടുറോഡിൽ തലക്കടിച്ച് കൊലപ്പെടുത്തിയ കേസിൽ പ്രതികളെ തിരിച്ചറിഞ്ഞു. അഖിൽ, വിനീത്, സുമേഷ് എന്നിവരാണ് ക്രൂരകൃത്യത്തിന് പിന്നിൽ. കൊല്ലപ്പെട്ട അഖിലും പ്രതികളും ലഹരി സംഘത്തിലെ കണ്ണികളെന്ന് പോലീസ്. മുൻവൈരാഗ്യമാണ് കൊലപാതക കാരണം. കേസിൽ ഒരാൾ കസ്റ്റഡിയിൽ എന്ന സൂചന. അതിക്രൂര കൊലപാതകത്തിന്റെ നടുക്കുന്ന CCTV ദൃശ്യങ്ങൾ 24-ന് ലഭിച്ചു. പ്രതികളുമായി മുൻപ് പ്രശ്നമുണ്ടായിരുന്നെന്ന് കൊല്ലപ്പെട്ട അഖിലിന്റെ ബന്ധുക്കൾ പറഞ്ഞു. യമനെന്നല്ല ഈ കുടുംബത്തിലെ ഒരു പയ്യന്മാർ ആരെടുത്ത് അടിക്കും വഴക്കിന് പോലും. ഇവ ഇത്രേ ഉള്ളൂ. മറ്റവന്മാർ 4-5 പേരെന്തോ ഉണ്ടെന്ന് പറയുന്നു. ഈ യവനെ കൊണ്ട് പറ്റില്ല അത്രയുമാരെ കയ്യിലൊന്നും പിടിക്കുക. അമ്മമാർ കമ്പി അടി കൊണ്ട് അടിച്ചിട്ട് മരിച്ചോന്നറിയാൻ വേണ്ടി നെഞ്ചിൽ കല്ലെടുത്തിട്ട് കൊടുക്കുന്നു. സ്നേഹമുള്ളൊരു കൊച്ചു ചെറുക്കനാണ്. അവരുടെ കുടുംബത്തിലെ അത്തയാണ് കാണാവേ. അടിയും വഴക്കോട്ട് നടക്കണ ആരെങ്കിലും ഇങ്ങനെയെങ്കിലും ചെയ്തെങ്കിൽ ഇത്രയും വിഷമം നമുക്കൊന്നും ഉണ്ടാവില്ല. ഇവ ആരെടുത്തും ഒന്നിനും പോവില്ല. ഇത്രയും വീട്ടിന്റെ തൊട്ടടുത്താണ് ഇത് ചെയ്തത്. ആരും അറിഞ്ഞില്ല, ഒന്നും ചെയ്തില്ല. വലിച്ചുള്ള അതിന് മുമ്പ് തന്നെ ഒരു ദിവസം അടിച്ചെന്ന് ഇവന്മാരെ കയ്യിലിട്ട് അടിച്ചെന്നുണ്ട്. ഒന്നിനും പോകാത്തവനാണ് അവൻ. പോലീസിന് വീഴ്ചയുണ്ടായില്ലെന്നും കർശന നടപടി സ്വീകരിക്കുമെന്നും അഖിലിന്റെ വീട് സന്ദർശിച്ച ശേഷം മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. വളരെ ഗൗരവത്തോടുകൂടി തന്നെയാണ് ഗവൺമെന്റ് ഇതിനെ കാണുന്നത്. ഇക്കാര്യത്തിൽ കർശനമായ നടപടി സ്വീകരിക്കുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ബാക്കി കാര്യങ്ങൾ, അന്വേഷണത്തിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ ഈ മരണത്തിന് ശേഷമുള്ള മരണാനന്തര ചടങ്ങുകൾക്ക് ശേഷം നമുക്ക് പറയാം. കുറേ നാളുകളെ തലസ്ഥാന നഗരിയിൽ ഇത് ഒഴിവാക്കപ്പെട്ടിരുന്നതാണ്. അപ്പോൾ വീണ്ടും ഇത് ആവർത്തിക്കപ്പെട്ടുകൊണ്ട് വരികയാണ്. അത് അതിൻ്റെ സമൂലമായ ഒരു പരിശോധന നടത്തി ആവശ്യമായ നടപടി സ്വീകരിക്കും. കേസന്വേഷണത്തിന്റെ വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ഷഫീദ് റാവുത്തറും കുടുംബത്തിന്റെ പ്രതികരണത്തിന്റെ വിശദാംശങ്ങൾ നൽകാൻ AV ജയശങ്കറും ചേരുന്നു. ആദ്യം ഷഫീദ് റാവുത്തറിലേക്ക്. ഷഫീദ്, പോലീസിന്റെ അന്വേഷണം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? എന്തൊക്കെ വിവരങ്ങൾ ലഭിക്കുന്നു? വേണു, അതിക്രൂരമായിട്ടുള്ള ഞെട്ടിക്കുന്ന കൊലപാതകം ഇന്നലെ വൈകിട്ട് 5 മണിയോടുകൂടിയാണ് തിരുവനന്തപുരം കരമനയിൽ സംഭവിക്കുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് പലതരത്തിലുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. ഒരു 5 വർഷം മുൻപ് കരമന ഭാഗത്ത് തന്നെ കരമന അനന്തു കൊലപാതകം നടന്നിരുന്നു. അതായത് 10 മണിക്കൂറോളം തിരുവനന്തപുരം നഗരത്തിലെ ഒരാളൊഴിഞ്ഞ പ്രദേശത്ത് ഒരു യുവാവിനെ എത്തിച്ച് ദേഹമാസകലം ഈ കത്തി കൊണ്ടടക്കം കുത്തി ചോര ഒലിച്ച് മരിച്ച കൊല്ലപ്പെട്ടൊരു സംഭവമായിരുന്നു കരമന അനന്തു കൊലപാതകം. അതിന് സമാനമായൊരു ക്രൂര സംഭവമാണ് ഇന്നലെ തിരുവനന്തപുരത്ത് അരങ്ങേറിയത്. ഇന്നലെ വൈകിട്ട് 5 മണിയോടുകൂടി കരമന വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗത്തേക്ക് കാറിൽ 3 അംഗ സംഘം എത്തുന്നു. ശേഷം ഈ കൊല്ലപ്പെട്ട അഖിലിനെ അവർ ആക്രമിക്കുന്നു. ആ ആക്രമണത്തിന്റെ CCTV ദൃശ്യങ്ങൾ തന്നെ കൊലപാതകം എത്രത്തോളം ക്രൂരമാണ് എന്നുള്ള കാര്യം വ്യക്തമാണ്. അതിൽ എടുത്തു പറയേണ്ട കാര്യം, ഈ 3 അംഗ സംഘം കയ്യിൽ കരുതിയിരുന്ന കമ്പി വടി കൊണ്ട് ആദ്യം അഖിലിനെ മർദ്ദിക്കുന്നു. ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ അഖിലിനെ വീണ്ടും വലിച്ച് നിലത്തേക്കിടുന്നു. ശേഷം 1 മിനിറ്റിലധികം സമയം ആ കമ്പി വടി കൊണ്ട് അഖിലിന്റെ തലയ്ക്ക് മാത്രം അടിക്കുന്നു. പിന്നാലെ ഏതാണ്ട് 6 തവണയിലധികം ഒരു കരിങ്കല്ല് പൊക്കി അഖിലിന്റെ ദേഹത്തേക്ക് വലിച്ചെറിയുന്നതടക്കം ആ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. അത്രത്തോളം ക്രൂരമായ കൊലപാതകം. അഖിൽ ബോധരഹിതനായ ശേഷവും അഖിലിനെ ആക്രമിക്കുന്നത് തുടർന്നുകൊണ്ടേയിരുന്നു. മാത്രവുമല്ല, അഖിലിനെ ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ തലയോട്ടി പിളർന്ന നിലയിലായിരുന്നു. ആ രീതിയിലാണ് ആ കൊലപാതകത്തിന്റെ ക്രൂര സ്വഭാവം ഉള്ളത്. ഈ സംഭവം അറിഞ്ഞ ഉടൻ തന്നെ കരമന പോലീസ് സംഭവ സ്ഥലത്തെത്തി അന്വേഷണ നടപടികൾ ആരംഭിച്ചു. നിലവിൽ ഇപ്പോൾ ഈ 3 പ്രതികളെയും പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അഖിൽ, വിനീത്, സുമേഷ് എന്നിവരാണ് ഈ കേസിലെ പ്രതികൾ. അതിൽ അഖിലും വിനീതും മുൻപും കൊലപാതക കേസിലെ പ്രതികളാണ്. അതായത് കരമന അനന്തു കൊലപാതക കേസിലെ പ്രതികളാണിവർ. ഈ സംഭവത്തിലേക്ക് നയിച്ച കാരണമായി പോലീസ് പറയുന്നത്, ലോക്സഭാ തെരഞ്ഞെടുപ്പ് ദിവസം വൈകുന്നേരം തിരുവനന്തപുരം പാപ്പരംകോടുള്ള ഒരു ബാറിൽ വെച്ച് കൊല്ലപ്പെട്ട അഖിലും മറ്റൊരു സംഘവുമായി ചില അക്രമ സംഭവങ്ങൾ അരങ്ങേറിയിരുന്നു. അന്ന് കൊല്ലപ്പെട്ട അഖില ഈ എതിർ സംഘത്തിലെ ചില ആളുകളെ കല്ലുകൊണ്ട് ആക്രമിച്ചു. ഇന്നലെ ഇതിലെ വൈരാഗ്യം മൂലം ഇന്നലെ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ കൊലപാതകം എന്നുള്ളതാണ് പോലീസിന്റെ ഇപ്പോഴത്തെ നിഗമനം. ഈ പ്രതികൾക്ക് സഹായമടക്കം ചെയ്തു കൊടുത്ത ഒരാളെ പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അയാൾ ഗൂഢാലോചന കുറ്റത്തിലടക്കം പ്രതിയെടുക്കുമെന്നുള്ളതാണ് പോലീസ് പറയുന്നത്. അതേസമയം മുഖ്യ പ്രതികളായിട്ടുള്ള 3 പേർ, ആ 3 പേർക്കുമായി പോലീസ് മറ്റു ജില്ലകളിലേക്ക് കൂടി അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ കരമന അനന്തു കൊലപാതകത്തിന്റെ സമയത്ത് ഈ പ്രതികൾ ഒളിവിൽ പോയത് തമിഴ്നാട്ടിലായിരുന്നു. അവിടെ അടക്കം കേന്ദ്രീകരിച്ചുകൊണ്ട് കരമന പോലീസിന്റെ അന്വേഷണം തുടരുകയാണ്. വേണു, ശരി. AV ജയശങ്കറും ചേരുന്നു. ജയശങ്കർ, കുടുംബം എന്താണ് ഈ സംഭവത്തെപ്പറ്റി പറയുന്നത്? അഖിലിനും ഈ പറയുന്ന ലഹരി സംഘങ്ങളുമായി ബന്ധമുണ്ട് എന്ന കാര്യം വീട്ടുകാർക്ക് അറിയുന്നതാണോ? അതായത് വേണു, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ബന്ധുക്കൾ വളരെ വൈകാരികമായാണ് പ്രതികരിക്കുന്നത്. കാരണം കുടുംബത്തിൻ്റെ ഏക
അത്താണിയായിരുന്നു ഈ വ്യക്തി. മറ്റു തരത്തിലുള്ള ഒരു പ്രശ്നങ്ങൾക്കും പോയിരുന്നില്ല. മീൻ കച്ചവടം ഉൾപ്പെടെ നടത്തിക്കൊണ്ട് കുടുംബം നോക്കിയിരുന്ന വ്യക്തിയായിരുന്നു അഖിൽ. അതിനപ്പുറം പ്രശ്നങ്ങളുണ്ടായിരുന്നില്ല. പക്ഷേ ഈ സംഭവവുമായി ബന്ധപ്പെട്ട്, ഈ അക്രമികളുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് കുടുംബം പറയുന്നുണ്ട്. അത് ഏത് തരത്തിലുള്ള പ്രശ്നമാണ്, എന്താണെന്ന കാര്യത്തിൽ കുടുംബത്തിന് വ്യക്തതയില്ല. പക്ഷേ അവരെ സംബന്ധിച്ചത് വളരെ വൈകാരികമായി വലിയ വിഷയമാണ്. കാരണം സ്വന്തം വീടിന് തൊട്ടടുത്ത് നിന്ന് അവരെല്ലാം, കുടുംബാംഗങ്ങളെല്ലാം വീട്ടിലുള്ളൊരു ഘട്ടത്തിലാണ് ഇത്തരത്തിൽ അതിക്രൂരമായ രീതിയിൽ ഒരു കൊലപാതകം നടക്കുന്നത്. അതിൻ്റെ ഒരു ഞെട്ടലിലാണ് കുടുംബമുള്ളത്. എന്തായാലും മറ്റു തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് പോകുന്ന ഒരു വ്യക്തിയല്ല, കുടുംബം നോക്കിയിരുന്ന ഒരു വ്യക്തിയാണ് അഖിൽ എന്നാണ് അടുത്ത ബന്ധുക്കൾ ഉൾപ്പെടെ നമ്മോട് പറഞ്ഞത്. ഈ ബന്ധുക്കളുടെ ഉൾപ്പെടെയുള്ള പ്രതികരണത്തിൽ നിന്ന് ഇക്കാര്യങ്ങളാണ് അറിയുന്നത്. ഈ ലഹരി മാഫിയ അടക്കമുള്ള ബന്ധത്തെക്കുറിച്ച് ബന്ധുക്കൾക്ക് വലിയ ധാരണയില്ല. ഇവർ പറയുന്നത് ഇത്തരം കാര്യങ്ങളാണ്. ഒപ്പം തന്നെ മന്ത്രി ശിവൻകുട്ടി ഈ വീട് സന്ദർശിച്ചിരുന്നു. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കൃത്യമായ പോലീസ് അന്വേഷണം നടക്കുമെന്നാണ് മന്ത്രി പറഞ്ഞത്. ഗൗരവമായി സർക്കാർ ഈ വിഷയത്തെ കാണുന്നു, കൃത്യമായുള്ള അന്വേഷണം നടക്കും. പോലീസിന് ഇതുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള വീഴ്ചയും സംഭവിച്ചിട്ടില്ല എന്നും മന്ത്രി ഇവിടെ മാധ്യമങ്ങളോട് പറഞ്ഞു. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട പോലീസ് അന്വേഷണവും പുരോഗമിക്കുകയാണ്. പ്രതികൾ ഉൾപ്പെടെ പോലീസ് കസ്റ്റഡിയിലായെന്ന വിവരങ്ങൾ വരുന്നുണ്ട്. എന്തായാലും കുടുംബം ഈ മരണവുമായി ബന്ധപ്പെട്ട വലിയൊരു ഷോക്കിലാണ് നിലവിലുള്ളത്. അവർ ഇതുമായി ബന്ധപ്പെട്ട മറ്റു വിഷയങ്ങളെക്കുറിച്ച് അവർക്ക് വലിയ ധാരണയില്ല. എന്തായാലും പോലീസ് അന്വേഷണം നടക്കട്ടെ, പ്രതികൾ പിടിയിലാവട്ടെ എന്ന ഒരു നിലപാടാണ് കുടുംബത്തിനുള്ളത്. വേണം. ശരി, AV ജയശങ്കറും ഷഫീദ് റാവുത്തറുമാണ് തിരുവനന്തപുരത്ത് നിന്ന് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേർന്നത്.